സഹൃദയരെ, നല്ലവരായ നാട്ടുകാരെ, അപ്പോൾ നാളത്തെ നമ്മുടെ യാത്രയിലേക്കുള്ള അട എന്താണ്? അതെ, അട സ്പോൺസർ ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, പ്രഭാത ഭക്ഷണമായ അട. അതെ, സ്പോൺസർ ചെയ്തിരിക്കുന്നത് സലീല ഉണ്ണികൃഷ്ണൻ എന്ന വിവരം നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ അട ഇവിടെ റെഡി ആകുകയാണ്. സമയം ഇപ്പോൾ രാത്രി 8:30 മണിയായി. ഈ സമയത്ത് അട റെഡിയാക്കുന്ന സലീല ഉണ്ണികൃഷ്ണനെ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലേ? ഇവിടെ അട റെഡിയാകുന്നുണ്ട്. സുപരിചിതയായ സലീല ഉണ്ണികൃഷ്ണൻ. അതെ, എന്തായി അട? എവിടെ വരെ എത്തി അടയുടെ കാര്യങ്ങൾ? കാര്യങ്ങള് കുഴച്ചു വരുന്നു. അതെ, ആയാലും പറയാം നമുക്ക് പറയാന്ന് പറയുന്നത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ലേ. വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നമ്മള്, അല്ലേ, ശർക്കര കുറവാ, സാധന സാമഗ്രികളെല്ലാം ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അട എന്താണ്? അരിപ്പൊടി അല്ലേ? അരിപ്പൊടിയില് നമ്മുടെ വെള്ളം, ശർക്കര. ഇവിടെ കണ്ണൂര് വെള്ളം എന്ന് പറയും, ശർക്കര എന്ന് പറയും. അപ്പൊ ശർക്കര വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് ഇനി അറിയില്ല, അതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു. വെള്ള ശർക്കര എന്നുള്ള 2 പേരെ എനിക്കറിയുള്ളൂ. അങ്ങനെ എന്തോ ഉണ്ടല്ലേ? അതെയാ. അപ്പൊ എന്തായാലും തേങ്ങയും ശർക്കരയെല്ലാം കൂട്ടി അരിപ്പൊടി ഇവിടെ കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇതില് വാഴയില് ഒരടയല്ല, എത്ര അട വേണം? 15 എണ്ണമെങ്കിലും എടുക്കണം. 15 എണ്ണോ? അപ്പൊ നമ്മ ആളെത്ര ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഏതാണ്ട് ഇവിടെ തന്നെ 6, പിന്നെ രാവിലെ ഒരു ടീം 3 പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. 6, 3, 9. അപ്പൊ ഒരാൾക്ക് 2 അട വീതം വേണ്ടേ? അതെയാ. അപ്പൊ എന്നാ പിന്നെ ഒരു 15 അട അല്ലേ? അപ്പൊ എന്നാ പിന്നെ ഒരു 15 അട മതിയാവും അല്ലേ? അപ്പൊ 15 അട ഞങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്ന സലീല ഉണ്ണികൃഷ്ണന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പൊ എന്തായാലും അഭിനന്ദനങ്ങൾ. അതെ, അപ്പൊ എന്തായാലും നമ്മളുടെ യാത്ര എന്താണെന്ന് പറഞ്ഞില്ല നമ്മള്. അപ്പൊ ഒരു യാത്ര പോകാൻ വേണ്ടി പോയിട്ട് രാവിലെ 6 മണിക്ക് വിടും. അപ്പൊ എങ്ങോട്ടാണ് യാത്ര എന്നുള്ളത് നമുക്ക് യാത്ര മധ്യം അങ്ങോട്ട് പറയാം, അല്ലേ? അടയൊക്കെ തിന്നുകൊണ്ട് ഒരടയെല്ലാം കഴിച്ചുകൊണ്ട് അവിടെ പറയാം. അപ്പൊ ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. എത്ര ബാഗ് പാക്കിങ് അടയാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാലോ. അട ഇവിടെ പരത്തുന്നുണ്ട്. പരത്തി ഇതിനുള്ളില് ഇത് വെക്കും. നമ്മുടെ പഞ്ചസാരയും കൂടി, അല്ല സോറി, ശർക്കരയും പഞ്ചസാരയും കൂടി വെച്ചിട്ട്, എന്താണ് ഇത്? ശർക്കരയും തേങ്ങയും കൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒന്നിലും ഉറപ്പിക്കമ്മേ. തെറ്റിക്കല്ലേ? ശർക്കരയും തേങ്ങ ഉറപ്പിച്ചില്ലേ? ഞാനായിട്ട് എന്നാ പോട്ടെ. അപ്പൊ ശർക്കരയും തേങ്ങയും കൂടി ഇതിനകത്തേക്കാട് വെച്ചിട്ട് ഒരു മടക്ക്, അല്ലേ? എന്നാ ലേശം വെച്ചൊരു മടക്കാട് മടക്കി, എന്നിട്ട് ഞാനും ഇപ്പൊ ഈ ക്യാമറ അങ്ങോട്ട് മടക്കാം. ഇതായിരിക്കും അറിയില്ല, അല്ലേ? നിനക്കറിയില്ല? നീ ഇതെന്തിനാ കൊണ്ടൊക്കെ നടപുഴുങ്ങാനാ? അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ ഇല്ലേ, അളവില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതങ്ങോട്ട് വെക്കുക. എന്നിട്ട് അതെയാ, എന്നാ മടക്കി മുറിച്ച് കളയണം. എന്നിട്ട് കുറച്ചങ്ങോട്ട് മുറിക്കാം. അപ്പൊ കണ്ട അങ്ങോട്ട് മടക്കി സംഭവം. ഇനി ഇത് അങ്ങോട്ട് പുഴുങ്ങി അങ്ങോട്ട് വെച്ച് ഒരു കവറിൽ അങ്ങോട്ട് എടുത്താ നാളെ രാവിലെ സെറ്റായി. അപ്പൊ നമുക്ക് എന്തായാലും രാവിലെ കാണാം ഗൈസ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ കൃത്യസമയത്ത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. 6 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് 6 മണി ആയിട്ടില്ല, 5:45 ഇറങ്ങുന്നു. അത് ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ. എവിടെ പോകുമ്പോഴും 6 മണി എന്ന് പറഞ്ഞാൽ 6:30 ഇറങ്ങുന്ന ടീമാണ്. ഇന്ന് 5:45 ഇറങ്ങിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇന്ന് പോണ വഴിക്ക് മിക്കവാറും ഇടിയും മഴയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ചെരുപ്പാ. ഇത് മറ്റേ രാജാവിന്റെ ചെരുപ്പല്ലേ? ഹായ് ദുഗു, ഗുഡ് മോർണിംഗ്. ഇതാണ് ദുഗു പച്ചക്കിളി. ഇങ്ങോട്ട് വാ. ജി ചേച്ചി ദുഗുന് അന്ന് കൊടുത്ത ഉടുപ്പാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കി. എന്തായി, സെറ്റാക്കിയില്ലേ? ദുഗുന് ഭയങ്കര ഇഷ്ടമായി ഉടുപ്പ്. അധികം ഇഷ്ടമല്ലാത്ത ദുഗുവാന്ന്, പക്ഷേങ്കിൽ ഈ ഉടുപ്പ് നല്ല ഇഷ്ടമായിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇതാണ്, അതെ. അപ്പൊ ഇതാണ് നിഗിന്റെ ഡ്രസ്സ്. നിഗി എടോ ബഡോ, എന്താ സംഭവം? ഇത് രാജാവിന്റെ മറ്റേ ബടന്റെ ചെരുപ്പൊക്കെയാണല്ലോ നിഗി. കുഴപ്പമില്ല, നല്ലതാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പൊ എന്നാ പിന്നെ താഴെ കുറച്ച് ടീം വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടങ്ങോട്ട് ഇറങ്ങാം. താഴെ വിട്ട് ബാ. നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ റെഡിയാണ്. ഇതൊക്കെ ഒന്ന് എനിക്ക് വിരിച്ചിട്ടെ. ഇനി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടോ താഴോട്ട് ഇറങ്ങാം. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. കാണിച്ചു കൊടുത്താ? എന്ത് പറഞ്ഞു എന്തോ എല്ലാം?
ആയി നന്ദുട്ടാ, കൊറേ ആയി നന്ദുട്ടനെ നമ്മുടെ വ്ളോഗിൽ കാണിച്ചിട്ട്. നിന്നെ അമ്മ നോക്കട്ടെ, പൊക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓ പൊക്കെല്ലാം വെച്ച് കണ്ടിട്ടാ, അടിപൊളി അടിപൊളി. അപ്പൊ നമ്മളെല്ലാം ഇവിടെ റെഡി. അമ്മ റെഡി? എന്റെ അച്ഛൻ്റെ ഓക്കെ, അച്ഛൻ മാറ്റണ്ട, അച്ഛൻ അങ്ങോട്ട് കാണിക്കണം. വേണ്ട മാറ്റി അരി കഴിഞ്ഞല്ലേ. കൊള്ളാലോ ഷർട്ട്. ആ ഷർട്ട് തന്നെയാണത്. ആ ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അച്ഛനമ്മ റെഡി, പോവാ വിടാ. അളിയൻ ഒമ്പാണ്. ഓ ആ കാണട്ടെ ഇങ്ങോട്ട്, എനിക്ക് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടല്ലേ. സാധാരണ പോലെ എങ്ങനെയാന്ന് നോക്കട്ടല്ലേ. ഇങ്ങോട്ട് വാ, വെട്ടൂലല്ലോ അവിടെ. ഇങ്ങോട്ട് വാ, സാധാരണ പോലെ എങ്ങനെയാ ഉള്ളേന്ന് നോക്കട്ടെ. അളിയ സാധാരണ പോലെ എന്ന് പറഞ്ഞ നോക്കട്ടെ. എങ്ങനെ ഇതാണ് സാധാരണ പോലെ. എന്റെ മോനെ ഫുൾ ഗെറ്റപ്പിൽ വന്നിട്ട് സാധാരണ പോലെ എന്ന് പറയുന്നത്. ഫുൾ സ്റ്റൈലാക്കി വന്നിട്ടുള്ള അല്ലേ. ഇത് ഞാൻ നോക്കിയതാ, ഞാൻ ഇതാ വെറുതെ ഒരു ബെർമൂഡ് എപ്പോഴും ഇടുന്ന പഴയ ബെർമൂഡ്, ആ ഒരു പഴയ ബനിയാനും ഇതന്നെ നമ്മള്. ചെറുപ്പക്കാരനായില്ലേ. എന്റെ അമ്മേ, എന്നായത് പൊന്നും കൊടുത്തിങ്ങനെ പൊട്ടുന്നു. പൊക്കി പൊക്കി എന്തോ ആവശ്യമുണ്ട് അല്ലേ നിങ്ങക്ക്. ഗൈസ് അപ്പൊ നമുക്ക് എന്നാ പിന്നെ ഇറങ്ങിയാലോ. അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അട എവിടെ? എടോ പടോ അട എവിടെ? അടയെല്ലാം പുഴുങ്ങി. അല്ല ഞാൻ അതൊക്കെ അല്ല ഞാൻ പറയട്ടെ, എവിടെ എന്താക്കിയാടാ? ചായ. ചായ ഓക്കെ, ചായ പാലിൽ നിന്ന് പോയി വാങ്ങി. പിന്നെ അട മറ്റേ നയിക്കളയോ കളയോ? ഓക്കെ, അവിടെ ഞാൻ ഇരിക്കണ്ട, അവിടെ വെച്ചോ. അതിന്റെ ഉള്ളിൽ അല്ല നമ്മ ഇത്ര സെന്റെ ഏതായാലും സമയം ഇപ്പൊ 6 മണിയായി. ഇതേ കൊണ്ടുപോണേൽ നല്ലത് ഈ അടയും ചായ ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോയാ പോലെ. ഓരോ അടയും ചായ ഇവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങ് പോയാ പോലെ. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ ഈ യാത്രയ്ക്കുള്ള അട ഒരിക്കൽ കൂടി ഇടക്കിടക്കെ വിളിച്ചു പറയണം. ഒരിക്കൽ കൂടി സംഭാവന ചെയ്തിരിക്കുന്നത് സലീല ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഇതില് അട സംഭാവന ചെയ്തിരിക്കുകയാണ്. അപ്പൊ നന്ദി അറിയിക്കുന്നു. വീണ്ടും നമ്മളൊരു പ്രോഗ്രാം നടക്കുമ്പോണ്ടല്ലോ, ഇടക്കിടക്ക് സ്പോൺസർ ചെയ്തവരെ വിളിച്ച് ഇങ്ങനെ അറിയിക്കണം, അനൗൺസ് ചെയ്യണം. അപ്പൊ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എന്നാ പിന്നെ ഇറങ്ങിക്കും. എല്ലാരും ഇന്ന് താട്ടയും പുള്ളയും ബ്ലാക്ക് ആണല്ലോ. ബ്ലാക്ക് എന്റെ അമ്മ മുടിയിലിടില്ല മുത്ത്. ശരി തരാട്ടാ, ഈരണ്ടിങ്ങനെ മതി. ഇന്ദ്രോ ഇന്നലത്തെ പോലെ മറ്റേ ആസിഫിനെ വിളിച്ചാലോ, വിളിയങ്ങ് വിളിച്ചേ. നമ്മളെല്ലാം ഓർമ്മ ഇതാരുണ്ടത്? അച്ഛൻ പാൻറ് ആയിരുന്നില്ലേ? അച്ഛൻ ഇട്ടൂടെ? എന്താ കുഴപ്പമുള്ള പാൻറ് അല്ലേ? ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്താ? അച്ഛൻ പണ്ട് പാൻറ് ഇട്ടിരുന്നു, പിന്നെ എപ്പോഴും ഒഴിവാക്കി. പാൻറ് ഇടുന്നോണ്ടെന്നാ നല്ലല്ലേ? അച്ഛാ പാൻറ് പാൻറ് അച്ഛാ പാൻറ് പാൻറ്. ഇവിടെ ഒരാൾ പാൻറ്റൊക്കെ ഇട്ട് ഇപ്പുണ്ട് ഗൈസ്, കാണിച്ചു തരാം. ഇതെന്താ സംഭവം? ചരടൊക്കെ ഉണ്ടല്ലോ ഇതിന്. ഇതേത് പാൻറ്? ഇതെന്താ ഇത് ഇങ്ങനെയുള്ള പാൻറ്റാ? നോക്കട്ടെ എന്തോ ഇത്. ഇത് അല്ല, പക്ഷെ ഇതിന്റെ ഇത് സൈഡ് എഡ്ജ് ഉണ്ടോ? ഈ എഡ്ജ് വന്നേക്കണത് ശരിയല്ല. അങ്ങനല്ല, ഇത് പാന്റ് അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് എന്തോ ഒരു വിഷയമുണ്ട് ഇത് അല്ലേ? ഷർട്ട് കുറച്ച് താവുണ്ട്. അത് ബനിയാനൊക്കെ ഇട്ടിട്ടത്. പക്ഷെ അങ്ങനത്തെ അല്ല, അതൊരു പാന്റ് ഇങ്ങനെയല്ല, നോർമൽ പാന്റാണ് അച്ഛന് വേണ്ടത്. വെച്ചാ നമുക്ക് ഒരു പാന്റ് അങ്ങനത്തെ വാങ്ങാം, ഒരു നോർമൽ പാന്റ് അല്ലേ? ഇത് അച്ഛാ പാന്റ് പാന്റ് ആക്കണ്ട. ഇവിടെ ഒരാള് കാരണം കണ്ടതല്ലേ നിനക്ക്. ഇവിടെ ഒരാളെന്താ പറയാ, തുള്ളി 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 ഇങ്ങനെ നിക്കാണ്. എന്നാണിത്? എന്നാതിന്റെ പേര്? ലബൂബ് പോലും. ലബൂബ് കിട്ടിയിട്ട് ഇത് പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ എന്താ ഉള്ള എക്സൈറ്റ്മെന്റ് ഇല്ല.
എന്നുള്ളതാണല്ലേ. അപ്പൊ ദേ ഇവിടെ കൊറേ കളർ ഉണ്ട്, നമ്മൾ പൊട്ടിച്ചിട്ടില്ല. ഇതുണ്ടല്ലേ, ഇത് വേണം, ലവ് വേണം, ലെക്ക് വേണം, ഇതൊക്കെ ഒരെണ്ണല്ലേ ഉണ്ടാവുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗസ് ചെയ്യാം അത് ഏത് കളറായിരിക്കും. അച്ഛൻ പറഞ്ഞത് ഈ കളർ ഏത്, ഇതാണെന്ന് അച്ഛ പറഞ്ഞു. ആ നീ ഏതാ പറയുന്നത്, ഇതിനകത്ത് ഏത് കളറായിരിക്കും? ഇത് പൊട്ടിക്കാൻ വേണ്ടി പോയി നമ്മള് അൺബോക്സ് ചെയ്യാൻ പോകണം. ഏത് കളറാണെന്ന് പറ. ഏത് കളറാണെന്ന് പറയട്ടെ നിനക്ക്, നീ വെറുതെ ഗസ് ചെയ്യും. സന്ത പച്ച ഗസ് എടി നീക്കി എടി ദുഗുന്റെ ലബു പോലും നീ ഏത് കളറാ ഗസ് ചെയ്യുന്നത്? നമ്മൾ പൊട്ടിക്കാൻ പോണു. വെറുതെ അതാണ് ഞാനും പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്നാ പിന്നെ പൊട്ടിച്ചോക്കാം. ഞങ്ങളെല്ലാരും ഇതാ പറഞ്ഞിട്ടുള്ളത്. അളിയൻ ഗസ് ചെയ്യുന്നുണ്ട് അത് ഏത് കളറായിരിക്കും. ലബൂബു ഏത് കളറായിരിക്കും? ദുഗുന്റെ ലബൂബു. അളിയൻ ലബൂബു പറഞ്ഞിട്ടുണ്ട്. കടിക്കും ലബൂബു, അറിയോ? ഏതാ? കണ്ണും കാണില്ല നോണിന്. ആ കളറ് അളിയൻ റെഡാണ് പറഞ്ഞത്. അപ്പൊ റെഡ് അളിയൻ പറഞ്ഞു. ഈ കളർ ഞങ്ങൾ 3-4 ആൾക്കാർ പറഞ്ഞു. ദുഗു ഏതാ പറഞ്ഞ? അപ്പൊ ഒട്ടിച്ച് നോക്കാവാ. ലബൂബു അൺബോക്സിംഗ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ആ ഞാൻ അതെന്താ അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ ഈ ടോയ്സ് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അവിടെ അതിലൊരുപാട് ടോയ്സ് കിട്ടും. അവർ വീട്ടിലെത്തിച്ച് തരും. നമുക്ക് ഏത് ടോയ്സാണ് വേണ്ടതെന്ന് പറഞ്ഞാലും അവർ അയച്ചു തരും. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടോയ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള എന്ത് ടോയ്സ് ആയിക്കോട്ടെ. കാറ്, ഇന്ദ്രുവിൻ്റെ ഒരു കാറും വാങ്ങിയിട്ടുണ്ട് അതിൽ. അല്ല ഇന്ദ്രുവിൻ്റെ കാറോടെ അതല്ല കാറ് വേറെ ഉണ്ട്. പൊട്ടിച്ചിട്ടില്ല. അതെന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. അപ്പോൾ നമ്മുടെ റിമോട്ട് കാർ ഇതുപോലത്തെ തന്നെ RC കാർ റിമോട്ട് കാർ. അതെ, അത് വന്നിട്ട് പൊട്ടിക്കാം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് അവരുടെ കൊടുക്കാട്ടോ. ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെ ടോയ്സ് ഒക്കെ എത്തിച്ചേരും. അപ്പം നമുക്ക് നോക്കാമല്ലോ ദുഗുവിൻ്റെ ലബൂബ് ഏതാണെന്ന്. പൊട്ടിക്ക് അങ്ങനെ വലിച്ചു കീറില്ല. മറ്റേ കത്രിക എടുത്ത് നമുക്കത് വീണ്ടും ഷോർട്സിന് വേണ്ടി എടുക്കേണ്ടതാണ്. അങ്ങനെ വലിച്ച് ഇതായി പോകൂലേ, ഷോർട്സിന് വേണ്ടി എടുക്കേണ്ടേ. ആ അങ്ങനെ ദുഗുന്റെ ലബൂബു പൊട്ടിച്ചിട്ടില്ലേ? അയ്യോ ഇത് പൊട്ടിച്ച പ്രശ്നമാവൂലേ? നമുക്ക് ഇനി കാണിക്കണ്ടേ? ആണോ? ഇതിന്റെ ഉള്ളിലെ ലബൂബു ഉള്ളത് നമുക്ക് എന്ത് ലബൂബു വന്നു കണ്ണോട്ട്. അച്ഛ പറയട്ടെ, അച്ഛ മാറ്റി പറയട്ടെ ചെറുതായിട്ട്. ചെറുതായിട്ട് മാറ്റി പറയട്ടെ. അച്ഛ മാറ്റി പറയട്ടെ. ദുഗുന് ഏത് കളറാ ഇഷ്ടം? ഏറ്റവും ഇഷ്ടം അതാ. ഇത് ഇഷ്ടാ? അച്ഛക്ക് ഏത് ഇഷ്ടമായിരുന്നു? ഓട്ടെ കാണിക്ക്. എന്തായാലും കാണിക്ക്. തുറക്ക്. ദുഗു തുറക്കട്ടെടി, കൊടുക്ക്. തുറക്ക്. ആ അങ്ങനെ നമ്മുടെ ലബൂബു അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. നീയാ പറഞ്ഞ? ഓ ഇവള് പറഞ്ഞാ? ഓ കറക്റ്റ്. കാണിച്ചു ഒന്ന് കാണിക്കണല്ലോ. ഇതാണ് ലബൂബു. ഇത് കണ്ട് ഞാനുണ്ടല്ലോ ഏതോ പ്രേത കുഞ്ഞിനെ പോലെ ഉണ്ട്. ഇത് ഗായൊക്കെ ഉണ്ട്. ക്യൂട്ട് മോൺസ്റ്റർ. ഞാൻ ആദ്യമായിട്ടാണ് ലബൂബു കാണുന്നത്. എനിക്ക് നോക്കാൻ വേണ്ടി ഭയങ്കര അല്ല അങ്ങനെ തൂക്കിടക്കുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ലബൂബു, സ്വന്തം ലബൂബുനെ ആദ്യമായിട്ട് കാണുന്നത്. തലതിരിഞ്ഞ ലബൂബു. അപ്പൊ ഗൈസ് അപ്പൊ എന്നാ പിന്നെ നമുക്ക് വിടാം. ബാ അമ്മ അട എടുത്തില്ലേ? മറന്നേക്കരുത്. പറഞ്ഞില്ല വേണ്ട. എന്നവാ ഒന്നും കൂടി നന്ദിയുണ്ട്. കിട്ടി ബോധിച്ചു. 15 അട കിട്ടി ബോധിച്ചു. നന്ദിയുണ്ട് അല്ലേ? അപ്പൊ എന്തിനും നിങ്ങൾ ഇന്നലെ പറഞ്ഞേ. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒരെണ്ണം എനിക്കിപ്പോ തിന്നാൻ തരുമോ? 20 ഉണ്ടോ? അപ്പൊ പോണ വഴിക്ക് ആർക്കെങ്കിലും കൊടുക്കാലിത്. ഇത്ര പാടാടാ. എന്നാ വാക്കാമോൺ ഗൈസ്, ഗെറ്റ് റെഡി, പോവാം. അപ്പൊ ഗൈസ് നമ്മളെന്നാ പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് വിടാൻ വേണ്ടി പോവുകയാണ്. അളിയനാണ് വണ്ടി എടുക്കുന്നത്. അളിയ ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ അതെ ടീമിൻ്റെ ഒക്കെ സ്ഥിരം സ്ഥലമുണ്ട്. അമ്മയൊക്കെ
അമ്മ അന്നൊരു ദിവസം ആരോ ചോദിക്കണ്ടായി അമ്മനെ എന്താണ് ബാക്കിൽ ഇരിക്കല്ല, ഇവിടെ സീറ്റാണിത്. അപ്പൊ പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ഏറ്റവും സൗകര്യം ഉള്ളത് ദുർഗക്കും അമ്മക്കും. പിന്നെ നന്ദൂട്ടൻ ഇപ്പൊ വലുതായി, പക്ഷെ നന്ദൂട്ടന്റെ സ്ഥലമാണ് അത് അല്ലെ. അപ്പൊ ഇവരിക്കാണ് പറ്റുക. അതെ, അപ്പൊ എന്തായാലും ഇവിടെ ഇവരിങ്ങനെ അച്ഛനോട് ഇരിക്കും. അച്ഛനും അമ്മ അല്ല, ഞാനും അച്ഛനും ഇന്ദ്രൂട്ടനും സന്ധ്യച്ചും ഇരിക്കുമ്പോ തന്നെ ഞങ്ങളും. ആരോ പറയണ്ടേ അമ്മനെ എന്തിനാണ് ബാക്കിലിരുന്നത്, പിന്നെ അമ്മനെ എന്താക്കി കഴിഞ്ഞല്ലേ. അമ്മ ഇവിടെ മുന്നെന്ന് പറഞ്ഞ ഞാനും അളിയനും ഇവിടെ ഇരിക്കും. ഇതിവിടെ സൗകര്യാർത്ഥം എല്ലാരും ഇരിക്കും അല്ലേ അമ്മ. അത്രയുള്ള സംഭവം, അതാണ് സംഭവം. അപ്പൊ കേറച്ച ബാ, അച്ഛനും ഗേറ്റ് അടക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, വന്നോട്ടെ വന്നോട്ടെ. അടച്ചോ അടച്ചോ അച്ഛാ. ഗൈസ്, അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടത് മെയിൻ റോഡിലേക്ക് എത്തി. നമ്മളിപ്പോ എന്തായാലും എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് അട കഴിക്കാനുള്ള പരിപാടിയാണ്. എങ്ങനെയെങ്കിലും വണ്ടി കയറിയിട്ട് ഈ അട ഒന്ന് കഴിക്കാനുള്ളതാണ്. വണ്ടി വിട്ടിട്ടേ ഉള്ളത്, മൂവായിട്ടേ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സൈഡ് ആക്കിയിട്ട് ആ രണ്ടട എടുത്ത് നിന്ന് ഒരു മനസ്സമാധാനമായി ഗൈസ്. അട കഴിച്ച് കിടക്കാൻ വേണ്ടിട്ട് 3 കിലോമീറ്റർ ഓടിയിട്ടില്ല. ഞങ്ങളുടെ പുതിയതൊരു എത്താനായി. അപ്പൊ അട കഴിക്കാൻ എവിടെയെങ്കിലും അത് കാണാൻ ആരെങ്കിലും ചോദിക്കണം നമ്മളോട് എന്ത് ഇവിടെ അപ്പൊ നമ്മളെന്തായാലും നമ്മള് യാത്ര ഇത്ര നേരം തുടങ്ങിയിട്ടും എവിടേക്കാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. ഇപ്പൊ നമ്മളെ സ്ഥിരം കമന്റ് ഇടുന്ന പറയും വലിച്ചു നീട്ടരുത്. ഒന്നുമില്ല, നമുക്ക് പറയാനായിട്ട് ഇതല്ലേ ഉള്ളു അല്ലേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ എന്തായാലും നമ്മ പോകുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ സ്വന്തം നാടായ പാലക്കാട്ടിൽ. അതെ, അല്ലെ, പാലക്കാട്. അതെ, നമ്മുടെ പ്രകൃതി ഭംഗി ഒത്തിണങ്ങിയ നമ്മുടെ പാലക്കാട്ടിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോ പാലക്കാട്ടില് നമ്മള് ഒരു തവണ ഞാൻ പോയിട്ടുണ്ട്. ഇവരൊക്കെ സൺഡേ ഒന്നും പോയിട്ട് സൺഡേ പോയില്ല അല്ലേ? നിങ്ങൾ പോയില്ലേ പറഞ്ഞത് അല്ലേ? ശരിയാ. അപ്പൊ പോവാത്ത 2 പേരുണ്ട് ഗൈസിനകത്ത്. ഒരാളതേ ഇവിടെയുണ്ട്, ഒരാളതേ ബാക്കിലുണ്ട്. അതായത് അച്ഛനും അമ്മയും മാത്രം പാലക്കാട് പോയിട്ടില്ല ഇതുവരെ. പിന്നെ പാലക്കാട് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അന്ന് പോയ സ്ഥലമല്ല ഇന്ന് പോകുന്നത്. അപ്പൊ ഇന്ന് പാലക്കാട് പോകുന്നത് എവിടെയാണെന്ന് സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല. 225 കിലോമീറ്റർ ഉണ്ട്. അവരയച്ചു തന്ന മാപ്പാണ്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. സൂര്യൻ ഇങ്ങനെ നമ്മുടെ ഇടത്ത് ഭാഗത്തായിട്ട് ഉദിച്ചിട്ടുണ്ട്. എവിടെയാണ് അച്ഛാ സൂര്യൻ? ഇതൊക്കെ ആർക്കും അറിയാത്തത്. സൂര്യൻ കിഴക്കൊതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. എടേ, അത് നീ പറഞ്ഞ തെറ്റ്. സൂര്യൻ എവിടെ ഉദിക്കുന്നു അത് കിഴക്ക്, അങ്ങനെയാണ് അല്ലെ. അല്ലാണ്ട് നമുക്കിതൊക്കെ അറിയാത്തോണ്ടാ. സൂര്യൻ എവിടെ ഉദിക്കുന്നു അവിടെ കിഴക്ക്, സൂര്യൻ എവിടെ അസ്തമിക്കുന്നു അവിടെ പടിഞ്ഞാറ്. അല്ലാണ്ട് സൂര്യൻ കിഴക്ക് ഉദിച്ചെന്ന് പറയാൻ പാടില്ല. തെറ്റ്, നീ പറഞ്ഞത് തെറ്റ്. ഓടി, ഇത് ഞാൻ പറഞ്ഞതല്ല. ഇപ്പൊ ചങ്ങായി എന്റെ അടുത്ത ഭാഗത്താണ്, കണ്ടില്ല? അവിടെ അങ്ങനെ നിൽക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ അടുത്ത ഭാഗത്തുണ്ട്. ഇനി അപ്പതേ കോഴിക്കോട്, എറണാകുളം, കന്യാകുമാരി ഒക്കെ കിടപ്പുണ്ട് മുകളില്. അളിയൻ നേരെ വിട്ടോ കേട്ടോ. ഓക്കെ, നേരെ വിടരുത്, ഇവിടെ വളവൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഞാൻ നേരിടാൻ പറഞ്ഞു, നേരിട്ടല്ലേ വളവൊക്കെ ഉണ്ടേ. ഇത്ര നേരം ചങ്ങായി അടുത്ത വശത്ത് നിന്ന്, ഇപ്പൊ ചങ്ങായി നമ്മുടെ നേരെ മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ അടുത്ത് വന്നിട്ട് ഇപ്പൊ നേരെ മുമ്പിൽ. ആരെ ഭഗവാൻ. വണ്ടിക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കേണ്ട സമയമായി. നമ്മളിത് ഇവിടെ മാഹിന്ന് ഡീസൽ അങ്ങ് അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. ഇവിടെ 1 രൂപ പൊതുവെ എല്ലായിടത്തേക്കാട്ടും മാഹിയിലുള്ള എല്ലാ പമ്പിനെക്കാട്ടും 1 രൂപ കുറവ്. അവിടെ ഡീസൽ അങ്ങ് കാണുന്ന അറിയാം. ആ ഡീസലല്ലേ കാണുന്നത്? അവിടെ കയറ്റി. ആ പോട്ടെ, പിടിച്ചോ. ഡീസൽ കൊടുക്കളിയാ വയറ് നിറച്ച് വണ്ടിക്ക് തിന്നാൻ എന്തെങ്കിലും. നമ്മക്കടയും വണ്ടിക്ക് ഡീസൽ ഒരു കുറവിടെ. മറ്റുള്ള മാഹിയിലുള്ള പമ്പിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ജിയോന്റെ ചെറിയ കുറവുണ്ട്. ഫുള്ള് ഡീസലേ തുറന്നിട്ടുള്ളേ. ഫുൾ ടാങ്ക് അടിക്കാം അല്ലളിയാ? അടിച്ചോ, അതിവിടെ വീഡിയോ അല്ലേ. ആ ഏച്ചി സുഖല്ലേ? നിക്ക് കൊച്ചുണ്ട്, അതാണ് തുറക്കട്ടെ. ചേച്ചി നമ്മുടെ വീഡിയോസ് ആണ് ഞാൻ പമ്പിലെ.
എന്തായാലും അവിടെ പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടായി. ഒരു ചേച്ചി ആദ്യം കണ്ട, എൻ്റെ ചേച്ചിനെ ആദ്യം കണ്ട് ഞാനിപ്പോൾ കാണിച്ചില്ല വീഡിയോയിൽ. പിന്നെ നോക്കുമ്പോൾ 2-3 ചേച്ചിമാർ ആ ചേച്ചിയെ വിളിച്ചിട്ട് വന്ന് അങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിച്ച്. അവരെ കാണിക്കാൻ പറ്റില്ല വീഡിയോയിൽ, പിന്നെ അവർ ആ ഡ്യൂട്ടിയിലല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയിൽ എടുക്കാൻ അധികം. എന്തായാലും സന്തോഷം അവരെ കാണാൻ പറ്റി അല്ലേ. ഇങ്ങനെ നമ്മൾ ഒരു തിരിച്ചറിയുകയും വന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ചില ആൾക്കാരെങ്കിലും പറയാറുണ്ട് മുമ്പ് അവർ കണ്ടിട്ട് മൈൻഡ് ആക്കിയില്ല, ആരൊക്കെ ഒന്നും ഒറ്റയ്ക്ക് അല്ലേ സംസാരിച്ചില്ല, നേരിട്ട് കണ്ടപ്പോ ജാടയാണ്. എന്തിനാ അങ്ങനെ ജാട? നമുക്കോ ജാടല്ല എനിക്ക്, ഞങ്ങൾ എന്തിനാ അങ്ങനെ ജാട? നമ്മളോട് ചിലപ്പോ ഇങ്ങോട്ട് നമുക്കൊരു ഇതുണ്ടാവും, ചിലപ്പോ എല്ലാരും നമ്മൾ അറിയൂലല്ലോ, എല്ലാരും നമ്മൾ അറിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും അങ്ങോട്ട് മിണ്ടാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കണ്ട് ഇങ്ങോട്ടൊരു ചിരിയെങ്കിലും ചിരിച്ചാൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന് വർത്താനം പറയുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ടിടണമെങ്കിൽ ധൈര്യമായിട്ട് ഹായ് ഇതൊന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാൽ മതി, ഒന്ന് ചിരിച്ചാൽ മതി, നമുക്ക് അത്രയും സന്തോഷമാണ്. അപ്പൊ എന്തായാലും യാത്ര തുടരാം അല്ലേ അളിയാ? ക്ഷീണിതനായ ഇല്ലല്ല? ക്ഷീണിത കുണ്ടിതനായിട്ടില്ലല്ല? ക്ഷീണിത കുണ്ടിതനായാലും കുഴപ്പമില്ല, ഓടിച്ചോ അല്ലേ? കുറച്ച് ക്ഷീണമാവാം, അശോകൻ ക്ഷീണമാവാന്ന് പറഞ്ഞാലേ. പോവാം. ഇപ്പൊ നമ്മുടെ വണ്ടി ഫുള്ളായി, ഡീസൽ ഫുൾ. ഇനി നമ്മൾ നേരെ വിട്ടാൽ 191 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മുടെ സ്ഥലത്തെത്തുന്നതാണ്. അപ്പം നമ്മളെ കറക്റ്റായിട്ട് പോണ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കയം ചീനിക്കപ്പാറ റോഡ്. അപ്പോൾ നമ്മുടെ ഈ പാലക്കാടുള്ളവർക്ക് മനസ്സിലാവും പാലക്കയം ചീനിക്കപ്പാറ റോഡ് എവിടെയാണ്. നമ്മുടെ ഒരു ഡാമൊക്കെ ഇല്ലേ, എന്നാണ് ഈ ഞാൻ എല്ലാം മറന്നുപോയല്ലോ, അവരെന്തൊക്കെയോ പറഞ്ഞെന്ന്. ആ ഡാമിൻ്റെ ഒക്കെ കുറച്ച് അടുത്താണെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് നമുക്ക് അവിടുത്തെ ഇതും കൂടി കാണാം അല്ലേ. ഇടുക്കി പാലക്കാട് ഇടുക്കി ഡാമാണെന്ന് ചോദിക്കുന്നത്. പാലക്കാടുള്ള ഇടുക്കി ഡാം അല്ലേ? സന്ത ഇടുക്കി ഡാം, നിക്ക് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം പിന്നെയും കുഴപ്പമില്ല, പാലക്കാടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇടുക്കി ഡാം പറഞ്ഞാണ് വെച്ച് പോയത്. എന്താ ചെയ്യാ ഗൈസ്, നമുക്ക് ജീവനിൽ കൊതികളുണ്ടല്ലേ നമ്മള് കൂട്ടാത്തെ അല്ലേ അളിയാ? ജീവനിൽ കൊതികളുണ്ടല്ലേ കൂട്ടാത്തെ. സ്ഥലത്തി എനിക്ക് സ്ഥലത്തി പാട്ട് ഇത്ര നേരം ഞാൻ പാട്ട് വെച്ചിട്ടുണ്ടായത്. അതിന്റെ ഏതുറക്കത്തിലും നമ്മൾ അറിയുമല്ലോ, മറ്റേ ഓണക്കളിപ്പാട്ടായിരുന്നു. കരുത് കരുത് രാമ കെടുതി അരുത് രാമ എടാ രാമ കേമ നിന്നന്ത്യകാല നീ ഞാനടാ. നമ്മണ്ട് ഓണം കളിച്ച പാട്ടാ അത്, അടിപൊളി പാട്ടാ. അപ്പൊ ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കുന്നില്ലേ, ഞാനോളിനോ അച്ഛനൊക്കെ ആസ്വദിച്ചിരിക്കുന്നു. കൂർക്കം വലിച്ചുറങ്ങാണ്, വേഗം നോക്കിയിട്ട് പിടിച്ചതാ. മക്കള് കേൾക്കുന്നുണ്ടല്ലേ? അച്ചാമ്മയോ? അടാ 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 അട ചീത്തായി പോ. ഞാൻ പറയട്ടെ അളിയാ, എവിടെയും സൈഡാക്കുന്നറിയോ? അടയങ്ങാൻ ചീത്തായി പറ്റി. നമ്മുടെ യാത്രേന്റെ ലക്ഷ്യം അടയാണ്. ഈ അട തിന്ന പിന്നെ തിരിച്ചു വീട്ടിൽ പോവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടി അവൻ വന്നത് തന്നെ. അവിടെ കയറ്റിയാലോ നമുക്ക് നമ്മളിപ്പോ കൊയിലാണ്ടി എത്തി ഗൈസ്. കൊയിലാണ്ടി നമ്മളെ മറ്റേ ഭക്ഷണം കഴിക്കുന്ന, നമ്മളെ ഭിക്ഷ കഴിക്കുന്ന സ്ഥലം ഇത്. അവിടെ കയറ്റാലും നമുക്ക് അവിടെ ആ സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് അട കഴിക്കാൻ പറ്റിയ സ്ഥലം. നമ്മളിവിടെ നമ്മുടെ ഇതില്ലേ പിഷാരിക്കാവില്ലേ, പിഷാരിക്കാവ് ക്ഷേത്രം, കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രത്തിന്റെ കവാടം എത്തി. ഇവിടുന്ന് ഞങ്ങൾ അട കഴിച്ചിട്ട് യാത്ര തുടരുന്നതായിരിക്കും ഗൈസ് അല്ലേ. ആരും വെള്ളത്തിൽ പോയിട്ടുണ്ടല്ലോ, അതേ നീന്തി വരണ്ട്. ഇങ്ങനെയൊക്കെ പറയാമോ അല്ലേ? നമ്മള് നാളെയും കാണണ്ട്. എന്റെ അമ്മ ചുട്ടൊരു കട ഇതിനുണ്ട് ഗൈസ്. എന്നാ പിന്നെ നമുക്ക് അട കഴിക്കാൻ സമയമായി. ബാ കണ്ട ദേ നമ്മള് നമ്മുടെ കൊല്ലം പിഷാരിക്കാവിന്റെ കുളം അല്ലേ, വലിയ കുളം അല്ലേ. എന്റെ അമ്മ കിടക്ക് നോക്കിയ ആൾക്കാർ കണ്ടിരാ,
ഇത് മറ്റേ നീന്തലിൻ്റെ ഇതാണ് സംഭവം. കണ്ട കിടക്കണ്ട മറ്റേ സ്നാനം ചെയ്യുന്ന ഇതിനകത്ത് കിട്ടൂല. കണ്ടത് അങ്ങെല്ലാം പോയിട്ട് കുളിച്ച് എത്ര ദൂരം നീന്തണേ നോക്കിയേ. കൊല്ലം പിഷാരിക്കാവ്. നമ്മൾ മലക്ക് വരുമ്പോൾ ഇവിടെ വരും അല്ലേ അളിയാ? അവിടെ നിന്ന് ഭിക്ഷ കഴിക്കും. എന്നിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരം കുളമെല്ലാം കണ്ടിട്ടാ പോവാ. ഇവിടെ നിന്ന് കഴിക്കാല്ലേ എന്നാ നിനക്ക്? ആ അടുക്ക് എടുക്ക് അടയും ചായം പോട്ടെ. ആ ഇറക്കങ്ങട് താത്തട്ടെ. എന്ത് മുണ്ടാനാണ്? ആരെന്ത് മുണ്ടാനാ? ഒന്നും മുണ്ടൂല. മാറും മോളെ. അടക്കട്ടെ വെച്ചാ തൽക്കാലം ഇങ്ങനെ അടക്കട്ടെ, നമുക്ക് പിന്നെ അടക്കാം. ബാ ഗൈസ് ഇറങ്ങണ എന്തിനാ? വാ ഇവിടെ നിൽക്ക. ഇവിടുന്ന് കഴിച്ചാ പോരെ, ഈ സൈഡിൽ നിന്ന് കഴിച്ചാ പോരെ. വാ എന്തിനപ്പൻ എന്താ? ആ കിട്ടി മോനെ കിട്ടി. ദിനേശ പണിക്കരേ കണ്ടാ ഒന്നും ആയിട്ടില്ല ഗൈസ്, ഒന്നും ആയിട്ടില്ല ഗൈസ്. നല്ല അടിപൊളിയാടാ. ഫ്രഷ് ഒരു കുഴപ്പമില്ല. കഴിക്കേ കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മാറിക്ക് തട്ടി അമ്മ ഇപ്പൊ അങ്ങിട്ട് കളയും മോളെ. അമ്മ ഇതിലേ വന്നല്ലോ. ഇതിലങ്ങ് ചാടിയാ പോരെ. ഇറങ്ങണമെന്നില്ല. ഇങ്ങനെ ഉണ്ടല്ലയാ? പൊളിച്ചി എന്തേ അമ്മ ആക്കി? എന്താ മോശ? ഇതൊന്നും വിളിക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ ഇത് മൊത്തം വിളിച്ചിട്ടുണ്ടല്ലോ. അവിടെ ഇന്ദ്രപ്പനോട് എന്ത് മോൻ ഇതാണത്? എന്തൊരു ഇതാ അമ്മ ഇതാര വിട്ടിട്ടുള്ളല്ലോ. അടപരാജയം അമ്മ രണ്ട് ഇൻട്രൂവിന് കൊടുത്തേ. അടിപൊളി. എന്തായാലും ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് അമ്മ അട ആക്കിയതിന് മുതലായി. സൂപ്പർ മമ്മേ, താങ്ക് യു. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. അപ്പൊ ഈ യാത്രയിലേക്ക് അട സംഭാവന ചെയ്തത് സലീല ഉണ്ണികൃഷ്ണൻ, നന്ദിയുണ്ട്. ഞങ്ങളെന്തായാലും അടയും ചായയെല്ലാം കുടിച്ച് വണ്ടി കയറി കുറച്ചു നേരം അങ്ങനെ അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് ഓടിച്ചളിയാ അല്ലളിയാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിത് നമ്മുടെ കോഴിക്കോട് എയർപോർട്ട് എത്തി. ശരിക്കും പറഞ്ഞാൽ മലപ്പുറം എയർപോർട്ടാണിതല്ലേ, കൊണ്ടോട്ടി എയർപോർട്ടല്ലേ ഇത് ശരിക്കും. പക്ഷേ നമുക്ക് കോഴിക്കോട് എയർപോർട്ട് എന്നാ പറയാറ്. അതെ, അപ്പോൾ അവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് പാലക്കാട് നിന്ന് കാണിക്കുന്നുണ്ട് 114 കിലോമീറ്റർ. നമുക്കിവിടെ 93 കിലോമീറ്ററും കാണിക്കുന്നുണ്ട്. 93 കിലോമീറ്റർ ഓടിയാൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തുന്നതാണ് ഗൈസ്. അത്യാവശ്യം ചെറിയ ട്രാഫിക്കൊക്കെ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ട്. അളിയാ നമ്മളെവിടെ എത്തി? നമ്മളിപ്പോൾ കൂട്ടിലങ്ങാടി എത്തി. അതെ, ഇതാണ് കൂട്ടിലങ്ങാടി ടൗൺ. നമ്മൾ അധികം ഈ കോമഡിയിലൊക്കെ പറഞ്ഞേക്കാറുണ്ട്. എവിടെയുള്ളത്? കൂട്ടിലങ്ങാടി. ഇവിടെയാണ് സ്ഥലം, കൂട്ടിലങ്ങാടി ടൗൺ. ടൗൺ ആണോന്നറിയില്ല, ഇത് കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞിട്ട് ബോർഡറിലുണ്ട്. എന്തായാലും ടൗൺ പോലെ കണ്ടു. യെസ്, അപ്പോൾ ഇവിടെ എത്തി. ഉറങ്ങിക്കൊണ്ടിരുന്ന ടീംസ് എല്ലാം ഞാൻ ക്യാമറ എടുത്ത പാടെ ചാടി എണീറ്റിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നുണ്ട്. നല്ല ഉറക്കമായിരുന്നു. ചെറിയ ഉള്ളിയുണ്ട്, പച്ചക്കറികളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. ബാറ്ററി ഓട്ടോറിക്ഷ ഗൈസ്. ഞങ്ങളിപ്പോ എവിടെ എത്തിയത്? തൊടു എന്നാണ് അത് കണ്ടത്. നമ്മള് തൊടുകാപ്പ് എക്കോ ടൂറിസത്തിന്റെ ഒരു ഇതെല്ലാം കാണുന്നുണ്ട്, ഒരു പാർക്കെല്ലാം കാണുന്നുണ്ട്. ഇവിടെ ഉപ്പിലിട്ടത് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. സന്തമ്മാൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. എന്താ വാങ്ങിയത്? നെല്ലിക്ക ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പേരക്ക ഉണ്ട്. ഇതെന്താ ചോദിച്ചോണോ? മാങ്ങയല്ലേ? ഉപ്പിലിട്ടത് വാങ്ങട്ടെ കഴിച്ചു. ഉപ്പിലിട്ടത് നല്ല സ്ലൈഡായിട്ടുള്ള മാങ്ങ ഇട്ട് കഴിച്ചു. നമുക്ക് എന്താ നോക്കിയിട്ട് വാങ്ങിക്കോ. പൈനാപ്പിൾ കൊടുക്കടി. നമുക്കിനി പാലക്കാടേക്ക് 50 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് മുകളിൽ. കോയമ്പത്തൂർക്ക് 102, തൃശ്ശൂർക്ക് 65. നമുക്കെന്തായാലും പക്ഷെ നമ്മുടെ ലൊക്കേഷനിലേക്ക് 35 കിലോമീറ്റർ ഉള്ളു കേട്ടോ. അങ്ങനെ ഉപ്പിലിട്ടെല്ലാം കഴിച്ച് വണ്ടി കയറുമ്പോഴേക്കും മഴ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ, മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാനിങ്ങുകളൊക്കെ ഒരു മൂടുണ്ടാവില്ല. നാളെ വേണ്ട, പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി.
നമ്മുടെ മുമ്പിൽ പാലക്കാടേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ KSRTC ബസ് ഉണ്ട്. പാലക്കാടിന്റെ ഒരു ഭംഗി നമ്മൾ കാണാൻ തുടങ്ങി അല്ലെ, കുറച്ചായിട്ട് മരങ്ങളും തണലുകളും ഒക്കെ ആയിട്ട്. അതെ അതെ. മണി മണി മേഘത്തൊപ്പിൽ ഒരു മലർന്നുള്ളാൻ പോരും പണ്ടത്തെ പാട്ടാണതേ. ഇപ്പൊ ഇത് ന്യൂ ജനറേഷൻ ഏറ്റെടുത്ത് പറയണേ പുതിയ പാട്ടൊക്കെ വെക്കുന്ന കിളിയൊക്കെ വെക്കുന്നു. നമ്മളെ പണ്ടേ പാട്ട് നമ്മളെ കാലം നമ്മുടെ അച്ഛന്മാരുടെ കാലത്തുള്ള പാട്ടാണത്. കിളിയേ കിളിയേ മണി മണി മേഘത്തൊപ്പിൽ ഒരു മലർന്നുള്ളാൻ പോരും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും അഴകിന്നഴകേ കിളിയേ കിളിയേ മണിമണി മേഘത്തൊപ്പിൽ ഒരു മലർന്നുള്ളാൻ പോരും അഴകിന്നഴകേ. അടുത്ത വരിയുണ്ട്. നിന്നെ നോക്കി മണിമോൾ അങ്ങനെയാണ് സംഭവം. കിളിയേ കിളിയേ അങ്ങനെയാണ് സംഭവം. ഇതില് ജയഭാരതിയോ മറ്റാണെന്ന് എന്റെ ഓർമ്മ. ജയഭാരതി അല്ല, ശരിക്കും പാട്ടില് ജയഭാരതി ആയിട്ടാണ് എന്റെ ഓർമ്മ. പക്ഷെ ഇപ്പൊ കല്യാണിയായി നീലി. ജയഭാരതി അല്ല, കിളിയല്ല, ജയഭാരതിയാണെന്ന് എന്റെ ഓർമ്മ. ജയഭാരതി അല്ല, എന്താ നോക്കിയേക്കാം ഗൈസ്. കിളിയെ കിളിയെ നമുക്ക് നോക്കാം. കിളിയെ കിളിയെ രോഹിണി മമ്മൂട്ടിന്റെ രോഹിണിയാണ്. അല്ല, നമ്മൾ എന്തൊക്കെ കിഡ്സ് എന്ന് പറഞ്ഞാലോ മമ്മൂക്കയാണ് ഇനിയിപ്പോ വരാൻ പോകുന്നതല്ലോ. രോഹിണിയല്ല ഇപ്പൊ ഇത്, രോഹിണിയാണ് ഇത്. രോഹിണിയാടി ഇത്. ഈ പൂർണിമനയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് ഭയങ്കര പ്രത്യേക ഭംഗിയല്ലേ കാണാൻ അല്ലേ ആ സമയത്തല്ലേ. അമ്മാമ്മേന്റെ ബന്ധുവല്ലേ എന്റെ പൂർണിമ നീ മിണ്ടരുത്. അമ്മാമ്മ എന്തോ പണ്ടെന്തോ പറഞ്ഞു ബന്ധു അതും പറഞ്ഞ് ഇറങ്ങിയോളിപ്പോഴും. എന്നാ പിന്നെ മഴ മാറിയിട്ടില്ല ഗൈസ്. അപ്പൊ മെല്ലെ മൂവ് ചെയ്യട്ടെ, പാട്ടൊക്കെ പാടിയിട്ട്. ഓക്കെ. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം മണ്ണാർക്കാട് പൂരം അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ മണ്ണാർക്കാട് പൂരം എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പൊ നമ്മളെന്തായാലും മണ്ണാർക്കാട് എത്തിയപ്പോ മണ്ണാർക്കാട് ടൗണിലാണ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത്. ഇതെവിടെയാ ശരിക്ക് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് എന്നൊക്കെ കാണുന്നുണ്ട്. ഇങ്ങോട്ടായിട്ടാണ് ബസ് സ്റ്റാൻഡ് എന്ന് കേട്ടോ. അല്ല ഇത് ബസ് സ്റ്റാൻഡ് അളിയാ? അതെ അല്ല ബസ് സ്റ്റാൻഡ് അല്ല, അതെ ബസ് സ്റ്റാൻഡ് ഇതല്ലേ അളിയാ? ആ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ്. നമ്മളിത് ഇങ്ങനെ അവിടെ നാട് പോകുന്ന നമ്മളെ ചെറുതായിട്ട് റൂട്ടൊന്ന് മാറ്റി മാപ്പ് അങ്ങോട്ട് ഒന്ന് തിരിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ദ്രുവിന്റെ മറ്റേ ടിക്കറ്റ് ആക്കിയതിന്റെ ഷൂട്ടില്ലേ അതിവിടെ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങോട്ട് പോരുമ്പോഴേ പറഞ്ഞിരുന്നു ഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അടുത്താണെങ്കിൽ ഒന്ന് വെറുതെ കയറാന്ന് പറഞ്ഞത്. അപ്പൊ നോക്കുമ്പോൾ വലിയ ദൂരമില്ല, ഇവിടുന്ന് ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ മാറ്റുള്ളൂ നമ്മൾ പോകുന്ന സ്ഥലത്തുനിന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ആദ്യം അവിടെ പോയി ഒന്ന് കാണാന്ന്. കുറേ ആയില്ല എല്ലാവരെയും കണ്ടിട്ട്. അന്ന് ഇപ്പൊ ആസിഫ് അലി ഇവിടെ കണ്ണൂർ വന്നുകൊണ്ട് അന്ന് ഇന്ദ്രന് കാണാൻ വേണ്ടി പറ്റി നമുക്കും. പക്ഷെ ബാക്കി അവിടെ സിനിമയുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും പിന്നെ നമ്മുടെ ഫ്രണ്ട് റാഷിയൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് പോയി വെറുതെ കാണാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാം. എന്നിട്ട് അവിടെ ആരോ ഉള്ളതെന്ന് വെച്ചാൽ അവരെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാം അല്ലേ. അപ്പോഴേക്കും നമുക്ക് അവിടെ എത്തേണ്ട സമയം ആവുള്ളൂ. എന്നാ പിന്നെ ഓക്കെ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ടിക്കറ്റ് ആക്കിയതിന്റെ കറക്റ്റ് സമയം എന്ന് പറയാം അല്ലേ. എന്താ പറയണ്ടേ ഇന്ദ്രു അന്ന് വിളിച്ച പോലെ തന്നെ ഇപ്പോഴും ഓടിപ്പോയിട്ട് ആസിഫ് ഖാൻ പറഞ്ഞ് വിളിച്ച് ഓടിപ്പോയി. കാരണം ഇന്നലെ കണ്ടു, മിനിയാനെ കണ്ണൂർ കണ്ട്, ഇന്ന് പാലക്കാട് കണ്ട് അല്ലേ. അങ്ങനെ ഇരിക്കാൻ കാണാൻ പറ്റും. ഓടിപ്പോയിട്ട് കൈ കൊടുത്തട്ടോ. അതെ, വേഗം കൈ കയറി പിടിച്ചു. ഞാനും കൈ കൊടുത്തു.
ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് എല്ലാരും കണ്ടു അല്ലെ? അമ്മ എല്ലാരും കാണാൻ പറ്റില്ലേ? അതെ, ആസിഫ് ഖാന്റെ മക്കളും ഉണ്ടായിരുന്നു. മക്കളും ഉണ്ടായിരുന്നു. അതെ, എല്ലാരെയും കാണാൻ വേണ്ടി പറ്റിയ അളിയാ കണ്ടില്ലേ? പിന്നെ സെറ്റല്ലേ? എന്താ പറയണ്ടേന്ന് അറിയോ? ഞാൻ ഒരു ഇത് പറയാം. ഇതായിട്ട് ആസിഫ് ഖാന്റെ വെച്ചിട്ടുണ്ടെങ്കിലേ ഭയങ്കര, നമ്മളെ മുമ്പ് ഇങ്ങനെ ചിന്തിക്കും ഇത്രയും വിനയം നമുക്ക് ഒരാൾക്ക് ഉണ്ടാവുക, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് അത്രയും നല്ലൊരു ഇതുള്ളൊരു മനുഷ്യൻ അല്ലേ? നമുക്ക് എന്താ പറയാ, നമുക്ക് ആരെ പറയാൻ പറ്റുക? നമ്മളെ അങ്ങനെ പുള്ളിയായിട്ട് ഇടപഴകുമ്പോ നമ്മ പുള്ളിയുടെ സിനിമ അല്ല, അതിനുപരിയായിട്ട് പുള്ളിയുടെ ക്യാരക്ടറിനെ നമ്മള് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരാൾ. ഇവരെ കണ്ടപ്പോ തന്നെ എല്ലാരോടും വർത്താനം പറഞ്ഞു, ഞാൻ പരിചയപ്പെടുത്തി, പെങ്ങള് അളിയന എന്നൊക്കെ പറഞ്ഞ് എല്ലാരും പരിചയപ്പെടുത്തി. ഒരു താരജാടയില്ലാത്തൊരു മനുഷ്യൻ, നിന്ന് കേട്ടു എല്ലാവരോടും ചിരിച്ച് കൈയൊക്കെ കൊടുത്തിട്ട് പോയി. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാനും പറ്റിയില്ല, കാരണം ആ ഡ്രസ്സിലാണ്, കോസ്റ്റ്യൂം സിനിമ ഷൂട്ടിന്റെ ഡ്രസ്സിലാണ് ഉള്ളത്. ലൊക്കേഷനുമാണ്, അവിടെ നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല. ആ ലൊക്കേഷൻ തന്നെ അവര് അത്രയും വലിയ ലൊക്കേഷനാണ്, ഫുൾ ആക്ഷൻ സീൻസ് ആണ് അവിടെ എടുക്കുന്നത് കംപ്ലീറ്റ്. അപ്പോൾ എന്തായാലും സിനിമ വരുമ്പോ എല്ലാവരും പോയി കാണുക, ടിക്കറ്റ് ആക്കുക അല്ലേ, അറിയിക്കുക. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാ പോകുന്നത് ഞങ്ങൾ. അച്ഛന് ചോറും കിട്ടി, അടിപൊളിയായിട്ട് ചോറും സാമ്പാറും ചോറെല്ലാം കിട്ടി. അപ്പൊ എല്ലാം കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പോ പോകുന്നത്, നമ്മൾ നേരത്തെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് യാത്ര എവിടത്തേക്കാണ് വന്നേ, അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഇതേ ഒരു വലിയ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ തന്നെ അല്ലേ? നമ്മളിപ്പോൾ എനിക്ക് വേണം അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ മൂന്നാറും പിന്നെ ഇടുക്കിയൊക്കെ പോയപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഇപ്പം മല കയറുന്നു, മല ഇറങ്ങുന്നു. ഇനി നമുക്കൊരു 9.4 കിലോമീറ്റർ കൂടിയാണ് അവിടത്തേക്കുള്ളത്. അപ്പോൾ എന്തായാലും സ്ഥലങ്ങളെ കണ്ട് നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ സ്ഥലം ഇങ്ങടുത്ത് എത്താനുമായി. ഇനി 7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനിത് മൊത്തം ഒരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചാണ്. പക്ഷേങ്കിൽ ഇന്നലെ അമ്മേന്റെ അടയാക്കലാണ് പറ്റിച്ചത്. അടയാക്കിയപ്പോൾ തൊട്ട് അത് കഴിച്ച് പിന്നെ ഒന്നും പറയണ്ട, മൊത്തം സമയം അടയമ്മ പോയി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതും കൂടി കാണിച്ചു വരുമ്പോ കുറെ ടൈം ആകും. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ വ്ളോഗ് നമുക്ക് വൈൻഡപ്പ് അടിക്കാം. എന്നിട്ട് നമ്മൾ എന്തിനാ പോകുന്നതെന്നെല്ലാം നമുക്ക് നാളത്തെ വ്ളോഗിൽ പറയാം. അപ്പൊ നാളെ രാവിലെ 11 മണിക്ക് വരുന്ന വ്ളോഗിൽ ഇതിന്റെ പാർട്ട് 2 ഉണ്ടാവും. അപ്പൊ തൽക്കാലം ഇത് ഇവിടുന്ന് വൈൻഡപ്പ് അടിച്ചിട്ട് ബാക്കി നാളെ രാവിലെ പെട്ടെന്ന് വരാം അല്ലേ? അപ്പൊ എന്നാ പിന്നെ ഓക്കെ. അതെ, പാർട്ട് 2 കാണാം അല്ലേ?